നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട ദിവസം സുരേഷ് ഗോപി നടത്തിയ ആംബുലൻസ് യാത്രാ കേസിൽ PR ഏജൻസി ജീവനക്കാരന്റെ മൊഴിയെടുത്തു. തൃശൂർ ഈസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് വരാഹ ഏജൻസി ജീവനക്കാരൻ അഭിജിത്തിന്റെ മൊഴി. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിരുന്നത് അഭിജിത്തിന്റെ നേതൃത്വത്തിൽ. സ്ത്രീ മുന്നേറ്റത്തിന്റെ പ്രതീകമാണ് കുടുംബശ്രീ എന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ. കുടുംബശ്രീയിലെത്തിയവർക്ക് പറയാനുള്ളത് പെൺകരുത്തിന്റെ കഥ മാത്രം. പാലക്കാട്ട് കുടുംബശ്രീ എംപ്ലോയീസ് മീറ്റ്. കുളപ്പുള്ളി കണയം റോഡിന്റെ 2ാം ഘട്ട ടാറിംഗ് പ്രവൃത്തി പൂർത്തിയായി. അടുത്ത മാസം ആദ്യവാരത്തോടെ പാതയുടെ 3ാം ഘട്ട പ്രവൃത്തികൾ പൂർത്തിയാകുമെന്ന് പി മമ്മിക്കുട്ടി MLA. റോഡ് ഞായറാഴ്ച ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. സമഗ്ര റോഡ് നവീകരണം MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 4 കോടി രൂപ ചെലവിൽ. സംഗീതത്തിന്റെയും സാഹിത്യത്തിന്റെയും ശോഷണം ആപത്കരമെന്ന് സംഗീത സംവിധായകൻ MD രാജേന്ദ്രൻ. സംഗീത സാഹിത്യ രംഗങ്ങളിലെ പ്രതിഭാധനരെ പോലും പുതുതലമുറയ്ക്ക് അറിയില്ല. വളർന്നുവരുന്നത് വികലമായ ഗാനശാഖകൾ. സിനിമ ഏറെ ഉണ്ടാകുന്നുണ്ടെങ്കിലും മിക്കവയും സംഗീതം ആവശ്യപ്പെടുന്നില്ലെന്ന് ഗായകൻ സുദീപ് കുമാർ. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട ദിവസം സുരേഷ് ഗോപി നടത്തിയ ആംബുലൻസ് യാത്രാ കേസിൽ PR ഏജൻസി ജീവനക്കാരന്റെ മൊഴിയെടുത്തു. വരാഹ ഏജൻസിയുടെ അഭിജിത്തിന്റെ മൊഴിയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിരുന്നത് അഭിജിത്തിന്റെ നേതൃത്വത്തിലാണ്. ആംബുലൻസ് യാത്രയിൽ സുരേഷ് ഗോപിയെയും അഭിജിത്തിനെയും ആംബുലൻസ് ഡ്രൈവറെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിരുന്നു. CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സുമേഷ് നൽകിയ പരാതിയിലാണ് കേസ്. ആംബുലൻസ് നിയമവിരുദ്ധമായി ഉപയോഗിച്ചതിനാണ് കേസെടുത്തിട്ടുള്ളത്. രോഗികളെ മാത്രം കൊണ്ടുപോകാൻ അനുവാദമുള്ള ആംബുലൻസിൽ യാത്ര ചെയ്തെന്നും പോലീസ് നിയന്ത്രണം സുരേഷ് ഗോപി ലംഘിച്ചെന്നുമാണ് FIR-ൽ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്ത്രീ മുന്നേറ്റത്തിന്റെ പ്രതീകമാണ് കുടുംബശ്രീ എന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ. കുടുംബശ്രീയിലെത്തിയവർക്ക് കണ്ണീരിന്റെയല്ല കരുത്തിന്റെ കഥയാണ് പറയാനുള്ളതെന്നും കെ ബിനുമോൾ പറഞ്ഞു. പാലക്കാട്ട് കുടുംബശ്രീ എംപ്ലോയീസ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിനുമോൾ. ഇടത് സർക്കാർ ആരംഭിച്ച കുടുംബശ്രീ ഇന്ന് ആഗോളതലത്തിൽ തന്നെ സ്ത്രീ മുന്നേറ്റത്തിന്റെ മാതൃകയാണെന്ന് കെ ബിനുമോൾ പറഞ്ഞു. കുടുംബശ്രീയുടെ ആയിരക്കണക്കിന് ചെറുകിട സംരംഭങ്ങളിലൂടെ 10,000-കണക്കിന് കുടുംബങ്ങൾ സ്വയം പര്യാപ്തത നേടി. സ്ത്രീ സമൂഹത്തിന്റെ നവോത്ഥാന ചരിത്രം പറയാനുള്ള കുടുംബശ്രീയുടെ പ്രവർത്തന രീതി പഠിക്കാൻ വിദേശത്തു നിന്നുപോലും സംഘങ്ങളെത്തുന്നത് കേരളത്തിന് അഭിമാനമാണ്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഇന്ന് വിദേശ വിപണിയിലും എത്തിക്കഴിഞ്ഞെന്ന് കെ ബിനുമോൾ പറഞ്ഞു. കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ച് അതിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു 10 വർഷത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ തൊഴിൽ എടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ് എന്നുള്ള വലിയൊരു സംസ്കാരം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധാരണക്കാരായ സ്ത്രീകളിലേക്ക് അത്തരമൊരു ആശയം കൊടുക്കാനൊക്കെ സാധിച്ചത്. പണിയെടുത്ത് ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ബോധ്യത്തിൽ ഉണ്ടായിരുന്നില്ല സ്ത്രീകളെ സംബന്ധിച്ച്. ആ ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ ഇത്രയും കാലത്ത് നമുക്ക് വേണ്ടി വന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞു. ഇവിടെ നമുക്കറിയാം 18 to 40 വയസ്സ് വരെയുള്ള സ്ത്രീകൾ നമ്മൾ കൃത്യമായി കുടുംബശ്രീ സംവിധാനത്തിലൂടെ തന്നെ ഓക്സിലറി യൂണിറ്റുകൾ എന്നുള്ള രീതിയിലുള്ള രജിസ്ട്രേഷൻ നടത്തി. നോളജ് എക്കണോമിക് മിഷന്റെ ഭാഗമായിട്ടുള്ള 1ാം ഘട്ട പ്രവർത്തനം എന്നുള്ള രീതിയിൽ രജിസ്ട്രേഷൻ നമ്മൾ ആരംഭിച്ചു. രജിസ്ട്രേഷൻ ആരംഭിച്ച് വരുമ്പോഴും സ്ത്രീകളുടെ പൊതുവായ മനസ്സ് ഞാൻ പറയുകയാണ്, സാധാരണ കുടുംബങ്ങളിലെ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആണ്. ജില്ലാ കോർഡിനേറ്റർ KK ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. കേരള നോളജ് എക്കണോമി മിഷൻ ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല, പ്ലേസ്മെന്റ് ആൻഡ് റിക്രൂട്ട്മെന്റ് മാനേജർ ആദർശ് മോഹൻ എന്നിവർ സംരംഭം, ഉൽപാദനം, വിപണനം തുടങ്ങിയ മേഖലകളെക്കുറിച്ച് ക്ലാസ് എടുത്തു. അസിസ്റ്റന്റ് കോർഡിനേറ്റർ N ഉണ്ണികൃഷ്ണൻ, KA പ്രിയങ്ക, BC അപ്പു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ കുളപ്പുള്ളി കണയം റോഡ് 2ാം ഘട്ട ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായി. പി മമ്മിക്കുട്ടി MLA റോഡ് സന്ദർശിച്ച് പ്രവൃത്തി വിലയിരുത്തി. പാത ഞായറാഴ്ച മുതൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 4 കോടി രൂപ ചെലവിലാണ് റോഡിന്റെ നിർമ്മാണം നടത്തിയത്. 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ദിവസമാണ് തുടക്കമായത്. അടുത്ത മാസം ആദ്യവാരത്തോടെ പാതയുടെ 3ാം ഘട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കും. കലാഗ്രാമം വരെയുള്ള റോഡിന്റെ BM-BC വർക്ക് കഴിഞ്ഞു. തുടർന്നുള്ള റോഡിന്റെ BM വർക്ക് മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത്. നിലവിൽ BC വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2ാം ഘട്ടം പൂർത്തിയായതോടെ റോഡ് ഞായറാഴ്ച മുതൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കും.
കുളപ്പുള്ളി സർവീസ് ബാങ്ക് പ്രസിഡന്റ് പി രഞ്ജിത്ത്, CPM ലോക്കൽ കമ്മിറ്റി അംഗം അർജുൻ എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംഗീതത്തിന്റെയും സാഹിത്യത്തിന്റെയും ശോഷണം ആപത്കരമെന്ന് സംഗീത സംവിധായകൻ MD രാജേന്ദ്രൻ. ദേവരാജൻ മാസ്റ്റർ, വയലാർ, P ഭാസ്കരൻ തുടങ്ങിയ പ്രതിഭാധനരെ പോലും തിരിച്ചറിയാത്തവരായി ഇന്നത്തെ തലമുറ മാറുന്നുണ്ടെന്നും പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസിൽ MD രാജേന്ദ്രൻ പറഞ്ഞു. നല്ല വരികളും നല്ല സംഗീതവും സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും ആവശ്യപ്പെടുന്നില്ലെന്നത് ഖേദകരമാണ്. ആസ്വാദക തലത്തെ തന്നെ മാറ്റിമറിക്കുന്ന വികല ഗാനശാഖകൾ വളർന്നുവരുന്നത് ആശാസ്യമല്ല. നല്ല സംഗീതത്തിന് ആസ്വാദക രീതിയിൽ മാറ്റം വരണം. KPSCയെപ്പോലെ കലാകാരന്മാരെ വാർത്തെടുക്കുന്ന സംവിധാനങ്ങൾ അനിവാര്യമാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ തിരിച്ചറിയിക്കപ്പെട്ടിട്ടുള്ള സംഭവമാണ് കല. അപ്പോൾ കലയ്ക്ക് സാംസ്കാരികമായിട്ടൊരു ഔന്നത്യം വരണമെങ്കിൽ നല്ല നൃത്തം ഉണ്ടാവണം, നല്ല പാട്ടുണ്ടാവണം, നല്ല സംഗീതം ഉണ്ടാവണം. ദേവരായ മാഷ്, അതുപോലെ രാഘവ മാഷ്, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ എന്താ പറയുക, സംഗീതജ്ഞന്മാരൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് പറയാറില്ലേ, അവരുടെ ആ ഒരു ശ്രേണി പിന്തുണുണ്ട്. അജയേട്ടനും സംഘമൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി സ്വരലയ. അത് ഉത്തരോത്തരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സ്വരലയ ഇന്നിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഭാരതം മുഴുവൻ, ലോകം മുഴുവൻ പങ്കെടുക്കുന്ന ഒരു വലിയ കലാ സബരിയായിട്ട് നമ്മൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അനുകൂലമായ സമയത്താണ് എന്നെ ബിച്ചുവിനെ ഇങ്ങനെ ഇവിടെ എത്തിക്കാനുള്ളൊരു തീരുമാനമുണ്ട്. കാരണം കവിതയും ഒരു പ്രത്യേക നോട്ടിയാണ് പത്രക്കാരപ്പോൾ കവിതയുടെ സംസ്കാരവും മലയാള ഭാഷാ പദങ്ങളും നമ്മുടെ പാട്ടുകളിൽ നിന്ന് അന്യം നിന്ന് മരിക്കുകയും ചെയ്തൊരു പ്രത്യേക കാലഘട്ടത്തിലാണ്. സിനിമകളേറെ ഉണ്ടാകുന്നുണ്ടെങ്കിലും മിക്കവയും സംഗീതം ആവശ്യപ്പെടുന്നില്ലെന്ന് ഗായകൻ സുദീപ് കുമാർ ചൂണ്ടിക്കാട്ടി. ഭാഷാശുദ്ധിയും ഉച്ചാരണശുദ്ധിയും കൈമോശം വന്നതും സംഗീതത്തെ ബാധിച്ചിട്ടുണ്ട്. ഗാനരചയിതാക്കളും കാലത്തിനനുസരിച്ച് മാറുകയാണ്. നിലവിലെ സംഗീതത്തിന് എത്രത്തോളം നിലനിൽപ്പുണ്ടെന്ന് കാലം തീരുമാനിക്കുമെന്ന് സുദീപ് കുമാർ പറഞ്ഞു. തമിഴ്, തെലുങ്ക് ഗാനങ്ങൾ തെറ്റോടെയാണെങ്കിലും പുതുതലമുറ ഏറ്റുപാടുന്ന പോലുള്ള പരിഗണന പോലും മലയാളത്തിന് ലഭിക്കുന്നില്ലെന്ന് ഗായിക രാജലക്ഷ്മി ചൂണ്ടിക്കാട്ടി. പഴയ ഗാനശാഖയെ നെഞ്ചിലേറ്റുന്നവർ ഇന്നുമുണ്ടെന്നത് ആശ്വാസകരമാണ്. മലയാള ഗാനശാഖയുടെ നിലനിൽപ്പിന് സ്വരലയ പോലുള്ള സംഘടനകൾ നടത്തുന്ന സംഗീത നിശ ആവശ്യമാണെന്നും രാജലക്ഷ്മി പറഞ്ഞു. സുമേഷ് അയലൂർ, റജി സദാനന്ദൻ എന്നീ ഗായകരും പ്രസ് മീറ്റിൽ പങ്കെടുത്തു. സ്വരലയ സമന്വയം 2024 പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സംഗീത സംവിധായകൻ രാജേന്ദ്രനും ഗായകരും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സുഭദ്രം പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. അനധികൃതമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെയും കൊള്ളപ്പലിശ ഈടാക്കുന്ന സ്വകാര്യ വ്യക്തികളുടെയും ചൂഷണത്തിൽ നിന്നും സാധാരണ ജനങ്ങളെ മോചിപ്പിക്കുവാനും അനുദിനം വർദ്ധിച്ചുവരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി അവബോധം സൃഷ്ടിക്കുവാനും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഉൾപ്പെടുത്തി കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സുഭദ്രം പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ K ബിന്ദു അധ്യക്ഷത വഹിച്ചു. മുൻ MLA AV ഗോപിനാഥ് മുഖ്യാതിഥിയായി. കേരള ഗ്രാമീൺ ബാങ്ക് ശാഖാ മാനേജർ ശ്രീശ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി, പഞ്ചായത്ത് അംഗങ്ങളായ ഭാനുരേഖ, പ്രിയ, സുനിത, കമലം എന്നിവർ സംസാരിച്ചു. രവീന്ദ്രൻ, പ്രകാശ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പഞ്ചാബ് നാഷണൽ ബാങ്ക് മാനേജർ ടിജോ ജോൺ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പുനർനിർമ്മിക്കുന്ന ഷൊർണൂർ നുസ്രത്തുൽ ഇസ്ലാം മഹല്ല് ജുമാ മസ്ജിദിന്റെ ശിലാസ്ഥാപനം വെള്ളിയാഴ്ച നടന്നു. ജുമാ നമസ്കാരത്തിന് ശേഷമായിരുന്നു ശിലാസ്ഥാപന ചടങ്ങ്. മഹല്ല് ഖത്തീബ് അർഷദ് മുഹമ്മദ് നദ്വി, പണ്ഡിതൻ ഡോക്ടർ യൂസഫ് ഹുസൈൻ അസ്ഹരി എന്നിവർ ചേർന്നാണ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷമായിരുന്നു ശിലാസ്ഥാപനം. മഹല്ല് പ്രസിഡന്റ് KM ജലീൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ സ്വാഗതം പറഞ്ഞു. ശിലാസ്ഥാപനത്തിന് ശേഷം ഡോക്ടർ യൂസഫ് ഹുസൈൻ അസ്ഹരി ദുആ നിർവഹിച്ചു. മഹല്ല് ഭാരവാഹികളും മഹല്ല് നിവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി പുതുശ്ശേരിയിൽ പുതിയതായി നിർമ്മിക്കുന്ന മസ്ജിദ് നൂരി ജുമാ മസ്ജിദിന്റെ കട്ടിളവെപ്പ് കർമ്മം നടന്നു. മസ്ജിദ് ഇമാം ഹൈദർ റഹ്മാനി കട്ടിളവെപ്പ് കർമ്മം നിർവഹിച്ചു.
പുതുശ്ശേരി നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് ഇതോടെ സാക്ഷാത്കരിക്കുന്നത്. നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കുമായി വലിയൊരു മസ്ജിദ് എന്നത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ചെറുതുരുത്തി സ്വദേശിയായ PS നസീർ ഖാൻ മുൻകൈയെടുത്താണ് പുതിയ പള്ളി യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. പുതുശ്ശേരി മഹല്ല് പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന PS നസീർ ഖാൻ, BP സലീം, നൌഷാദ് ചെറുതുരുത്തി, ഷമീർ മുസ്ലിയാർ, ബഷീർ മുസ്ലിയാർ, റഷീദ് മുസ്ലിയാർ, മഹല്ല് സെക്രട്ടറി MM സിദ്ദിഖ്, ട്രഷറർ PYM കരീം, MA ഷഹീം, മോനു എന്നിവർ സംസാരിച്ചു. നസീർ ഖാൻ എന്ന് പറഞ്ഞ ഒരു ദീനിലേക്ക് അറബി മുഖാന്തരമാണ് നമുക്കിത് ചെയ്തു തന്നിരിക്കുന്നത്. ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും അദ്ദേഹം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പണി പൂർത്തീകരിച്ച് ഇൻഷാല്ലാ നോമ്പിന് നമുക്ക് ഇത് ഉദ്ഘാടനം ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പ് ഒറ്റപ്പാലത്ത് തുടങ്ങി. സുസ്ഥിര വികസനത്തിനായി NSS യുവത എന്ന തലക്കെട്ടിൽ സ്പർശം എന്ന പേരിലാണ് ഒറ്റപ്പാലം LSN ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നത് ഡിഗ്രി പഠനം. നമ്മുടെ ഡിഗ്രി പഠനം എങ്ങനെയാണ്? 4 വർഷം. 4 വർഷത്തെ ഡിഗ്രി പഠനത്തോടൊപ്പം തൊഴിൽ കൂടി അതിൽ ഉൾക്കൊള്ളുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസം കഴിയുമ്പോഴേക്കും നമ്മൾ തൊഴിലെടുക്കാൻ തരത്തിൽ നമ്മൾ പ്രാപ്തരാകും. അതേപോലെ നമുക്ക് ഒട്ടേറെ അവസരങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, മികച്ച സ്ഥാപനങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് തുടർന്ന് PG പഠിക്കുന്നതിനും. ശനിയാഴ്ച രാവിലെ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ K രാജേഷ് അധ്യക്ഷത വഹിച്ചു. JD അക്കാഡമിക് ആൻഡ് NSS സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ S ഷാജിദ മുഖ്യാതിഥിയായിരുന്നു. റീജിയണൽ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ N രാജേഷ്, LSN ലോക്കൽ മാനേജർ AC പ്രശാന്തി എന്നിവർ ക്യാമ്പ് സന്ദേശം നൽകി. ഷൊർണൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P സിന്ധു, ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലർ കല്യാണി, ഹസീന അഷറഫ്, NSS പ്രോഗ്രാം കൺവീനർ S പ്രവീൺ, സിസ്റ്റർ AC ഗ്രേസ് തോമസ്, കൃഷ്ണപ്രകാശ്, D സിമി, റീബ പീറ്റർ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിംഗ് സ്കൂൾ പരിസരത്തുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ ശുചീകരണം, മോടി പിടിപ്പിക്കൽ, ലഹരിക്കെതിരായ സാമൂഹിക ബോധവൽക്കരണം, പാഴ്വസ്തുക്കളിൽ നിന്ന് സൃഷ്ടിപരമായ ഇടപെടലിലൂടെ പുനരുപയോഗപ്രദമായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ക്യാമ്പിംഗ് സ്കൂൾ പരിസരത്തുള്ള വീടുകളിൽ അടുക്കളത്തോട്ട നിർമ്മാണം, വിഷരഹിത പച്ചക്കറി ഉൽപ്പാദനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും വയോജന സന്ദർശനവും അവരുമായി സ്നേഹ സംഭാഷണവും വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവയാണ് ക്യാമ്പിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പത്തിരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ NSS സപ്തദിന ക്യാമ്പിന് നെല്ലിക്കുറിശി ഹൈസ്കൂളിൽ തുടക്കമായി. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ പെരുമാറ്റത്തെ, നമ്മുടെ ശീലത്തെ, നമ്മുടെ സ്വഭാവത്തെ എല്ലാം നല്ല നിലയിൽ സ്വാധീനിക്കുന്ന ഒട്ടനേകം നല്ല അനുഭവങ്ങൾ തരുന്നതായി ഓരോ NSS ക്യാമ്പും മാറും എന്ന ശുഭപ്രതീക്ഷ ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്ക് അവരുടെ +2 വരെയുള്ള കാലത്ത് സ്വാഭാവികമായും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. സംസിദ്ധി എന്ന് നാമകരണം ചെയ്ത സഹവാസ ക്യാമ്പ് വിളംബര റാലിയോടെയാണ് ആരംഭിച്ചത്. ചടങ്ങിൽ ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ PS അനില പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് അംഗം K രാമകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A നസറീൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K ഹരി, കുമാരി ദേവി, വാർഡംഗം ഉണ്ണികൃഷ്ണൻ, PTA പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ, AK പ്രഭാഷ്, K സന്തോഷ് കുമാർ, പ്രധാനാധ്യാപകൻ അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. പത്തിരിപ്പാല GHSS പ്രിൻസിപ്പൽ ഡോക്ടർ AP പ്രമോദ് സ്വാഗതവും M രതീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്തിരിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ NSS സപ്തദിന സഹവാസ ക്യാമ്പ് മണ്ണൂർ AUP സ്കൂളിൽ തുടങ്ങി. അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ സാമൂഹിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കായിക അധ്വാനത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനോട് പ്രതിബദ്ധത, സാമൂഹ്യ പ്രതിബദ്ധത പറയുന്നത്, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള വിശാല മനസ്സുള്ള ഒരു ടീമാണ് NSS ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ NSS വോളണ്ടിയേഴ്സായിട്ട് തിരഞ്ഞെടുക്കപ്പെടുക സാധാരണ.
7 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഉറച്ച കെട്ടുറപ്പുള്ള ഒരു ടീമായി മാറും. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഒ വി സ്വാമിനാഥൻ, വാർഡംഗം PM അൻവർ സാദിഖ്, പഞ്ചായത്ത് അംഗം A ഷിഹാബ്, PTA വൈസ് പ്രസിഡന്റ് അഹമ്മദ് കബീർ, പ്രധാനാധ്യാപിക TA ഷെരീഫ, കോളേജ് സൂപ്രണ്ട് N ബിനുകുമാർ, കോളേജ് യൂണിയൻ ചെയർമാൻ KB അനിൽ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ PN ജയരാമൻ സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ V അജിത നന്ദിയും പറഞ്ഞു. ക്യാമ്പ് 27 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട ദിവസം സുരേഷ് ഗോപി നടത്തിയ ആംബുലൻസ് യാത്രാ കേസിൽ PR ഏജൻസി ജീവനക്കാരന്റെ മൊഴിയെടുത്തു. തൃശൂർ ഈസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് വരാഹ ഏജൻസി ജീവനക്കാരൻ അഭിജിത്തിന്റെ മൊഴി. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിരുന്നത് അഭിജിത്തിന്റെ നേതൃത്വത്തിൽ. സ്ത്രീ മുന്നേറ്റത്തിന്റെ പ്രതീകമാണ് കുടുംബശ്രീ എന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ. കുടുംബശ്രീയിലെത്തിയവർക്ക് പറയാനുള്ളത് പെൺകരുത്തിന്റെ കഥ മാത്രം. പാലക്കാട്ട് കുടുംബശ്രീ എംപ്ലോയീസ് മീറ്റ്. കുളപ്പുള്ളി കണയം റോഡിന്റെ 2ാം ഘട്ട ടാറിംഗ് പ്രവൃത്തി പൂർത്തിയായി. അടുത്ത മാസം ആദ്യവാരത്തോടെ പാതയുടെ 3ാം ഘട്ട പ്രവൃത്തികൾ പൂർത്തിയാകുമെന്ന് P മമ്മിക്കുട്ടി MLA. റോഡ് ഞായറാഴ്ച ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. സമഗ്ര റോഡ് നവീകരണം MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 4 കോടി രൂപ ചെലവിൽ. സംഗീതത്തിന്റെയും സാഹിത്യത്തിന്റെയും ശോഷണം ആപത്കരമെന്ന് സംഗീത സംവിധായകൻ MD രാജേന്ദ്രൻ. സംഗീത സാഹിത്യ രംഗങ്ങളിലെ പ്രതിഭാധനരെ പോലും പുതുതലമുറയ്ക്ക് അറിയില്ല. വളർന്നുവരുന്നത് വികലമായ ഗാനശാഖകൾ. സിനിമ ഏറെ ഉണ്ടാകുന്നുണ്ടെങ്കിലും മിക്കവയും സംഗീതം ആവശ്യപ്പെടുന്നില്ലെന്ന് ഗായകൻ സുദീപ് കുമാർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.